ഡൽഹിയിലെ വർഷങ്ങൾ നീണ്ട ജോലിക്കു ശേഷവും അവസാനിക്കാത്ത കടബാധ്യതകൾ പേറി ഇറാഖിലെത്തിയതാണ് കണ്ണൂരിലെ മലയോര മേഖലയിൽ നിന്നുള്ള ഈ 6 പെൺകുട്ടികളും. വിദ്യാഭ്യാസത്തിനായി എടുത്ത ബാങ്ക് വായ്പകൾ ജപ്തി നോട്ടീസുകളായി വീട്ടിലെത്തി തുടങ്ങിയപ്പോൾ ഇവർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് ജോലി ചെയ്തിട്ട് ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരോ ഏജന്റുമാരിങ്ങനെ വരികയും ഇറാഖിൽ പോകാൻ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തു. എന്തായാലും എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നത്, ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നില്ല. ജില്ലയിലെ 6 കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് മക്കളുടെ തിരിച്ചുവരവിനായാണ്. ഒടുവിൽ വിളിച്ചപ്പോൾ സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ഇവരുടെ കണ്ണുനീരിന് അല്പമെങ്കിലും അറുതി വന്നത്. വിമത സൈന്യം മാന്യമായാണ് പെരുമാറുന്നതെന്നും നഴ്സുമാർ വീട്ടുകാരെ അറിയിച്ചു. ഇപ്പോൾ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ ഞങ്ങൾക്ക് ഭക്ഷണമെല്ലാം തന്നു, അതുകൊണ്ട് മമ്മിയൊന്നും പേടിക്കാനൊന്നുമില്ല. ആലക്കോട് നെല്ലിക്കുന്നിലെ ടിൻഡു ജോബ്, പുളിങ്ങോം സ്വദേശിനി രമ്യ തങ്കച്ചൻ, ചെമ്പൻതൊട്ടി സ്വദേശിനി മഞ്ജു, മടമ്പത്തെ ഷിനു, ഇരുവാട്ടി സ്വദേശിനി സന്ധ്യ, കുടിയാൻമലയിലെ കാവമ്പുറത്ത് സൗമ്യ എന്നിവരാണ് ഇറാഖിൽ കുടുങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള മലയാളി നഴ്സുമാർ. ഇറാഖിലെ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ കുടുംബങ്ങളും കടുത്ത ആശങ്കയിലാണ്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.